ഹേ ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഓണം സെലിബ്രേഷൻ വ്ളോഗാണ് കേട്ടോ. ഇപ്പം സമയം ഒരു 4:47 ആയല്ലോ. സമയം 4:48. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പം അതിന് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആദ്യം സാരി ഉടുത്തിറങ്ങി ഞാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാരി ഉടുപ്പിച്ചിറക്കിയത് തന്നെയാണ് കേട്ടോ. അതേപോലെ ഇങ്ങനെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഇറങ്ങുന്നേ ഉള്ളൂ. ഇനി ഗ്രാജുവലി അതൊന്നും കാണിക്കില്ല. ഇനി ഗ്രാജുവലി നമുക്ക് റെഡി ആവണം. 7 മണി മുതൽ ഇന്ന് കോളേജിൽ പരിപാടിയുണ്ട്. അപ്പം അതും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അതിന് മുന്നേ. അപ്പം ബാക്കി വീഡിയോ വഴിയെ കാണാം. ഫുൾ സാരി കാണിക്കട്ടെ. ഞാൻ ഇന്നത്തെ സാരി ലുക്ക്. സോ ഗൈസ്, ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് ഒരു 5:30 ആയി. നമ്മൾ ഒരുങ്ങാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7 o'clock ആകുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ 6:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് വെച്ചിട്ട് അപ്പോൾ ഒരുപ്പോൾ ഓൾമോസ്റ്റ് പഠിക്കൊണ്ടിരിക്കുക. ഇനി ഫൈനൽ ലുക്ക് കളിക്കാം. ശരി ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഹേ ഗായ്സ്, അപ്പം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 6:40 ആയിട്ടുണ്ടാവും. 7 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ദെൻ കോളേജിൽ ഇപ്പോൾ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. എന്താണ് ഓക്കെ. അപ്പം ഇനി മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സംഭവങ്ങൾ കാണിക്കാം. എങ്ങനെയുണ്ട് കാണാൻ? ഒരു 7-5 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പൂക്കളത്തിനുള്ള സെറ്റപ്പ് തുടങ്ങി. അപ്പോൾ കുറച്ച് പേര് കളം വരയ്ക്കാനും പിന്നെ കുറച്ച് പേര് പൂ ഇങ്ങനെ പിച്ചിടാനും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് കുറച്ച് പേരുള്ള ക്ലാസ്സാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ഒറ്റ കൈക്ക് ഒത്തുപിടിച്ച് ഞങ്ങൾ നല്ലൊരു അടിപൊളി പൂക്കളിടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പം ഇതിനിടയ്ക്ക് പാട്ടും അതും ഇതൊക്കെ വെച്ച് നല്ല രസമായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൂക്കളത്തിൻ്റെ ഓരോരോ സ്റ്റേജ് ഞാനിതേപോലെ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫൈനൽ പൂക്കളം ലുക്ക്. അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങുന്ന മുന്നേ കുറച്ച് ടൈം ഫ്രീ കിട്ടുമായിരുന്നു. അതിന് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ മാവേലി എൻട്രി ചെയ്തത്. ഫൈനൽ ഇയർ ചേച്ചിമാരായിരുന്നു മാവേലിനെ വെൽക്കം ചെയ്തത്. അങ്ങനെ അവരുടെ ഡാൻസും ഒക്കെ ആയിട്ടായിരുന്നു മാവേലിയുടെ എൻട്രി. അതിന് നേരെ ഞങ്ങൾ വിട്ടത് ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ടായിരുന്നു ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ആദ്യം മലയാളി മംഗ കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പുരുഷ കേസരി, ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുപോലെ മത്സരിച്ചൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് സോങ് ആണ് ഈ കേൾക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഇത്തവണ പ്രൈസ് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രൂപ്പ് സോങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി റിസൾട്ട്സൊക്കെ വന്ന ശേഷം ഞങ്ങൾ സദ്യ ഉണ്ണാൻ പോയതായിരുന്നു കേട്ടോ. എനിക്ക് കോളേജിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഒരുമിച്ച് നിന്ന് വിളമ്പുന്നൊരു സംഭവമാണ് ഓണസദ്യ. ഞാൻ കേവിലായിരുന്നു പഠിച്ചിരുന്നത് 12th വരെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഞാനിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. കഴിഞ്ഞ വർഷം പ്രിൻസിപ്പൽ സാറും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വിളമ്പിത്തരാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അടിപൊളിയൊരു ഫീലായത്. ഇപ്പം ഞങ്ങളുടെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും ആണ് കേട്ടോ ഞങ്ങൾക്ക് വിളമ്പിത്തരുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു കൗതുകമുള്ള കാഴ്ച തന്നെയല്ലേ. അങ്ങനെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് സദ്യ കഴിക്കാൻ കഴിഞ്ഞു. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അതിന് ബാക്കി ഐറ്റങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കഴിച്ചു കഴിഞ്ഞ ക്ഷീണം മാറ്റാനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് റീലെടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളിതേ മാമാതിരയ്ക്ക് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അത്യാവശ്യം ടയർഡും പിന്നെ 3:30 എണീറ്റ് സാരിയൊക്കെ ഉടുത്ത് ചുറ്റിയതല്ലേ, അതിൻ്റെ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ് കേട്ടോ. അടിപൊളിയൊരു ഓണമായിരുന്നു അത്.